ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട മാതിരി വർഷങ്ങൾക്ക് ശേഷം എന്നൊരു മൂവിയുടെ റിവ്യൂ അല്ല എൻ്റെ ഒപ്പീനിയൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 2024 ഇറങ്ങിയിരിക്കുന്ന എല്ലാ മലയാള സിനിമകളും ഗംഭീര വിജയങ്ങളും നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലേക്കായിട്ടാണ് നമ്മുടെ റംസാൻ വിഷു റിലീസായിട്ട് വർഷങ്ങൾക്ക് ശേഷം എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ്റെ ഒരു റീയൂണിയൻ. വിനീത് ശ്രീനിവാസൻ സിനിമയിൽ കൊണ്ടുവന്ന ആൾക്കാരും അതിൻ്റെ ക്രൂ എല്ലാം കൂടി ചേർന്നുള്ള റീയൂണിയൻ എന്ന് വേണം ആ പടത്തിന് പറയാനായിട്ട്. ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ പടം. ഇന്നായിരുന്നു റിലീസ്, 11-ാം തീയതി. നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ഒപ്പം തന്നെ ആവേശം റിലീസ് ഉണ്ടായിരുന്നു. ആവേശം നമ്മൾ ഇനി കാണും. വർഷങ്ങൾക്ക് ശേഷത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ ഏതൊരു പടം ചെയ്താലും പുള്ളിയുടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കണ്ടതായിരിക്കും. ആ ഒരു സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ ദൈർഘ്യം പടത്തിനുണ്ട്. അപ്പോൾ പടത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കാസ്റ്റ് തന്നെയായിരുന്നു പ്രണവ്, ധ്യാൻ, നിവിൻ പോളി, അജു വർഗീസ്, ബേസിൽ, അങ്ങനെ വിനീത് ശ്രീനിവാസൻ, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. നമ്മുടെ മലയാള സിനിമയിലെ ഒരു പറച്ചിലാണ് ആസിഫ് അലി ഏതൊക്കെ പടത്തിൽ ഒരു ഗസ്റ്റ് റോളായിട്ട് വന്നിട്ടുണ്ടോ ആ പടമൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നു. ഇതിലൊരു സർപ്രൈസ് ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് റോളോ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു നോർമൽ റോളാണ്. പുള്ളി ഒരു ക്യാമിയോ ചെയ്തിട്ടുള്ളൂ. ആ റോള് ഇതിൻ്റെ അത് വന്നിട്ടുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ആസിഫ് അലി ഗസ്റ്റ് റോൾ വന്നതുകൊണ്ട് തന്നെ ഈ പടം ഒരു സൂപ്പർ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിവിൻ പോളിക്ക് ഒരുപാട് ബോഡി ഷെയ്മിങ് കയറ്റിരുന്ന് പുള്ളിയുടെ ആ ഒരു കോമഡി ഒക്കെ പോയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പടത്തിലൂടെ നിവിൻ പോളി വലിയൊരു തിരിച്ചറിവാണ്. കാരണം നിവിൻ പോളി ഇല്ലെങ്കിൽ ഒരു ആവറേജ് ആവേണ്ട ഒരു മൂവിയെ നിവിൻ പോളി തൻ്റെ പെർഫോമൻസ് കൊണ്ട് വേറെ ലെവലിൽ എത്തിച്ചാണ് ഈ പടത്തിൽ. കാരണം ബേസ് ലൈനായിട്ട് ഒരു 2 സുഹൃത്തുക്കളുടെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ, അവരൊരു ലൈഫിലെ ചെറിയ കാലം തൊട്ട് വയസ്സാവണവരുള്ള ജേർണിയാണ് ഈ പടത്തിൽ പറഞ്ഞു പോകുന്നത്. അത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ എപ്പോഴുള്ള ഒരു കുറച്ച് ക്ലീശയൊക്കെ നിറഞ്ഞൊരു രീതിയിൽ നമ്മളിപ്പോൾ ഹൃദയത്തിൽ കണ്ട മാതിരി ഫസ്റ്റ് ഹാഫ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും പക്ഷേ പടം കഴിഞ്ഞോ. കാരണം ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യം പറഞ്ഞു തീർത്തു. ഈ സെക്കൻഡ് ഹാഫിൽ എന്താണ് പറയാൻ പോകണമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടേ നിർത്തുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് അനുഭവം ആണെങ്കിൽ അവിടെ നിന്നൊരു പൂക്കുറ്റിയായിട്ട് അങ്ങോട്ട് മുകളിലോട്ട് അങ്ങ് കയറുവാണ് സെക്കൻഡ് ഹാഫിൽ പടം. അതിനായിട്ട് നമ്മുടെ ബേസിൽ നിവിൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സെക്കൻഡ് ഹാഫിൽ വന്നു പോകുമ്പോഴേക്കും പടം വേറെ ലെവലിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോഴേക്കും എനിക്ക് ധ്യാൻ്റെ പെർഫോമൻസാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ധ്യാൻ ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ തീരാ മറ്റേ പേരക്കൂട്ടമണി, കുഞ്ഞിരാമായണമൊക്കെ കണ്ടിട്ട് ധ്യാനിന് ആ റോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുന്ന റോള് കണ്ടുള്ളത് കുറേ സിനിമകൾ അഭിനയിച്ച് പോകുന്നതല്ലാതെ. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴേക്കും ധ്യാൻ്റെ പെർഫോമൻസ്, പുള്ളി പല കാലഘട്ടത്തിലായിട്ട് ചെയ്യുന്ന റോള്, മീൻസ് പല കാലഘട്ടത്തിൽ കൂടെ പോകുന്നത് ചെറുപ്പകാലം തൊട്ട് വയസ്സ് വരെ, അതൊക്കെ ഭയങ്കര അച്ചടക്കത്തോടെയും ആ ഒരു വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ലുക്കിലാണെങ്കിലും നല്ല വ്യത്യസ്തമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രണവിലോട്ട് വരുമ്പോഴേക്കും പ്രണവ് ഈ സിനിമയിൽ തന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തെന്ന് തന്നെ പറയാം. കാരണം ഇതേപോലെ ധ്യാൻ ശ്രീനിവാസ് ചെയ്തപോലെ പല കാലഘട്ടത്തിലൂടെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഹൃദയത്തിൽ കണ്ട അതേ പ്രണവിനെ തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം കോസ്റ്റ്യൂം മാത്രം മാറണുള്ളൂ, സംസാരം എല്ലാം ആ രീതിയിൽ തന്നെയാണ്. ഒരു സൈഡിൽ ധ്യാൻ നന്നായി പെർഫോം ചെയ്യുമ്പോഴേക്കും ഇപ്പുറത്ത് അതിനോട് തൊട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷെ ഇവർ തമ്മിലുള്ള കോംബോ വരുമ്പോഴേക്കും അത് നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടതായിരുന്നു കല്യാണി നമ്മുടെ പ്രണവും തമ്മിലുള്ള കോംബോ. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴും എനിക്കത് അങ്ങനെ പേഴ്സണലി വർക്ക് ചെയ്തില്ല. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഏതൊരു പടം കൊടുത്താലും നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്നതായിട്ടുള്ള സോങ്ങുകളാണ് നമുക്ക് പിന്നെ കേൾക്കാനും പാടിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇതിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ആ ഫ്ലോനത്ത് പോകണമെങ്കിലും ആ പാട്ടുകൾ അത്ര ഇമ്പ്രസീവ് ആയിട്ടില്ല. ആകെ നിവിൻ പോളിക്ക് കൊടുത്തേക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു സോങ്ങും മാത്രമാണ് അത്ര ഇമ്പ്രസീവ് ആയത്. അങ്ങനെ ഒരു ആവറേജ് അനുഭവമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴേക്കും പടം വേറെ ലെവലിലോട്ട് പോകുന്നതാണ്. അത് നമ്മുടെ നീരജ്, അജു വർഗീസ്, ബേസിൽ, നിവിൻ, ഈ 4 പേരും കൂടി വന്നിട്ട് നിവിൻ തന്നെയാണെന്ന് പറയുന്നത് ഷോ സീറ്റർ. അതായത് വിനീതിൻ്റെ തട്ടകത്തിൽ വളർന്നു വന്ന നിവിൻ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. കുറേ നടന്മാർക്ക് മലയാള ഇൻഡസ്ട്രിയിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല തട്ട് കൊടുത്തിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ പടത്തിലുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പടം ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു വിഷുവിന് ഒരു കാണാൻ പറ്റും, ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം പറയുന്നത്. ഈ പറഞ്ഞ പോലെ പ്രണവിൻ്റെ ആക്ടിങ്, ആ ഒരു ഫസ്റ്റ് ഹാഫിൽ വരുന്ന കുറച്ച് ക്ലീശ രംഗങ്ങളൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ മ്യൂസിക് വലിയ രീതിയിൽ ചെയ്തില്ല. പക്ഷേ മൊത്തത്തിൽ എടുക്കുമ്പോഴേക്കും നമ്മളെ ഏതൊരു സിനിമയും വിനീത് ശ്രീനിവാസനെ നമ്മൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു കണ്ടിരിക്കാനുള്ളൊരു മാജിക് ഈ പടത്തിലുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്. ആസിഫ് അലി ഗസ്റ്റ് റോളിൽ നിന്ന് പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആണെന്നാണ് മലയാള സിനിമയിൽ പൊതുവെ ഉള്ള ഒരു സംസാരം. അപ്പോൾ അതാണ് വർഷങ്ങൾക്ക് ശേഷം പറ്റി എനിക്കുള്ളൊരു അഭിപ്രായം. അപ്പോൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.
കാണാത്തവരാണെങ്കിൽ പോയി കാണുക. എന്തായാലും ഒരു വട്ടം കാണാനുള്ള ഒരു മാജിക് ആ പടത്തിലുണ്ട്. പിന്നെ അടുത്ത റിവ്യൂ വരാൻ പോകുന്നത് ആവേശം മൂവിയുടെയാണ്. അതായത് ഫഹദ് ഫാസിൽ രോമാഞ്ചത്തിൻ്റെ ടീമുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പടമാണ് ആവേശം. അപ്പോൾ അടുത്ത ഞാൻ ആവേശത്തിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും